ഈ സ്ത്രീ എന്നും ഒരു മാന്ത്രിക കണ്ണാടിയോട് ചോദിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആരാണെന്ന്. മാന്ത്രിക കണ്ണാടി പറയും, ആ സ്ത്രീ തന്നെയാണെന്ന്. ഒരു ദിവസം അവളുടെ പേരല്ലായിരുന്നു മാന്ത്രിക കണ്ണാടി പറഞ്ഞത്, ഒരു ചെറിയ പെൺകുട്ടിയായ എലീനയുടെ പേരായിരുന്നു. ഇത് കേട്ട് ആ സ്ത്രീക്ക് ദേഷ്യം വന്നു. അവൾ ആ ചെറിയ പെൺകുട്ടിയെ കൊല്ലാനായി അവളുടെ കൊട്ടാരത്തിലെ ഭടനെ അയച്ചു. അയാൾ അവളെ കൊല്ലാൻ അവിടെ എത്തിയപ്പോൾ അയാൾക്ക് അതിന് സാധിച്ചില്ല. അവളോട് ഓടി രക്ഷപ്പെടാനായി അയാൾ പറഞ്ഞു. ഇത് കേട്ട് ആ എലീന ഓടി ഓടി ഒരു കാട്ടിനുള്ളിലേക്ക് എത്തി. അവിടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇടയിൽ ഡാൻസ് കളിച്ചു പാട്ടുപാടി രസിച്ചു. പിന്നീട് ആരുമില്ലാത്ത ഒരു ചെറിയ വീട്ടിൽ അത് കുള്ളന്മാരുടെ വീടായിരുന്നു. കുള്ളന്മാർ കളി കഴിഞ്ഞ് വന്നപ്പോൾ ആ വീട്ടിൽ ആരോ കയറിയതായി അവർക്ക് തോന്നി. അവർ പമ്മി മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ ഒരു വലിയ മനുഷ്യരൂപം പുതപ്പിനുള്ളിൽ കണ്ട് അവർ പേടിച്ചുപോയി. ധൈര്യം സംഭരിച്ച് അവർ എല്ലാവരും ചേർന്ന് ആ റൂമിൽ കയറി അവൾ കിടക്കുന്ന ബെഡിന് ചുറ്റും നിന്നു. പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അതൊരു സുന്ദരി പെൺകുട്ടിയായിരുന്നു. ഇത് മനസ്സിലാക്കി അവർ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അവൾ എഴുന്നേറ്റപ്പോൾ അവിടെയുള്ള കുള്ളന്മാരെ എല്ലാവരെയും പരിചയപ്പെട്ടു. എന്നിട്ട് അവരുടെ കൂടെ പാട്ടുപാടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സ്ത്രീ വീണ്ടും മാന്ത്രിക കണ്ണാടിയോട് ചോദിച്ചു, ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയെന്ന്. മാന്ത്രിക കണ്ണാടി വീണ്ടും ആ എലീനയുടെ പേര് തന്നെ പറഞ്ഞു. ഇത് കേട്ട് രാജകുമാരിക്ക് ദേഷ്യം പിടിച്ചു. ആ സ്ത്രീ വേഷം മാറി ഒരു വൃദ്ധയുടെ വേഷത്തിൽ അവൾ താമസിക്കുന്ന കുള്ളന്മാരുടെ വീട്ടിലെത്തി. കുള്ളന്മാരെല്ലാവരും പോയ ശേഷം വിഷമുള്ള ആപ്പിൾ അവളെ കൊണ്ട് കഴിപ്പിച്ചു. അത് കഴിച്ച ഉടൻ അവൾ ബോധം കെട്ടി താഴേക്ക് വീണു. കുള്ളന്മാരെല്ലാവരും വന്നു നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുന്നു. അവരെല്ലാവരും ആ സ്ത്രീയുടെ പിറകെ പോയി. ശക്തമായ മഴയിൽ അവൾ ഓടി വലിയ പാറപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു മരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞു അവൾ മരിച്ചെന്ന് കരുതി അവരെല്ലാവരും അവളെ മോർച്ചറിയിലാക്കി കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളെ സ്നേഹിക്കുന്ന അവളുടെ രാജകുമാരൻ വന്നു. ഇത് കണ്ട് രാജകുമാരൻ കരയാൻ തുടങ്ങി. അവന്റെ കണ്ണീര് കണ്ടപ്പോൾ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. കുള്ളന്മാരെല്ലാവരും സന്തോഷിച്ചു. അവിടെയുള്ള മൃഗങ്ങളും സന്തോഷിച്ചു. അവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നീട് അവളും അവളുടെ രാജകുമാരനും അവിടെ നിന്ന് യാത്രയായി.